ഇസ്രയേലിന്റെ സുരക്ഷാ കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് ഇറാൻ നടത്തിയ അതിഭീകരമായ ഒരു ചാരനീക്കത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടെൽ-അവീവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഇറാൻ തങ്ങളുടെ കണ്ണുകൾ എത്തിച്ചിരിക്കുന്നു. ഇസ്രയേൽ സൈനിക നേതൃത്വത്തിന്റെ മൂക്കിന് താഴെ നടന്ന ഈ സുരക്ഷാ വീഴ്ചയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മെയിന്റനൻസ് ടെക്നീഷ്യനെ ഇറാൻ റിക്രൂട്ട് ചെയ്തതായാണ് വിവരം. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതല്ല, അറ്റകുറ്റപ്പണികൾക്കായി നിയോഗിക്കപ്പെട്ട ഇയാൾക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ മുൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ഓഫീസറുമായ ഇയാൽ സമീറുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ടെൽ-അവീവിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഇയാൾ പലതവണ ഇയാൽ സമീറുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതീവ രഹസ്യമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു സാധാരണ ജോലിക്കാരനെന്ന വ്യാജേനെ കടന്നു ചെന്ന് ഇയാൾ ചോർത്തിയത് എന്തൊക്കെ വിവരങ്ങളാണ് എന്നത് ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ സിംബറ്റിനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ കൃത്യമായ സമയമോ ഇയാൾ കൈമാറിയ വിവരങ്ങളുടെ സ്വഭാവമോ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇസ്രയേലിനുള്ളിൽ ഇറാൻ നടത്തിവരുന്ന ചാരപ്രവർത്തനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇസ്രായേൽ സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗൗരവപരമായ സുരക്ഷാ വീഴ്ച എന്നാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ അടുത്താണ് വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിൽ നിന്ന് 7 ഇസ്രായേലി പൗരന്മാരെ ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്തത്. ആസിർബൈജാനിൽ നിന്നുള്ള ജൂത കുടിയേറ്റക്കാരായ ഇവർ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങളുടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോമിന്റെയും ചിത്രങ്ങൾ പകർത്ത് ഇറാനിയൻ ഏജന്റുമാർക്ക് കൈമാറി എന്നതാണ് കേസ്. നവാറ്റിൻ എയർബേസ്, റാമത്ത് ഡേവിഡ് എയർബേസ് എന്നിവയുൾപ്പെടെയുള്ള അതീവ സുരക്ഷാ മേഖലകളുടെ വിവരങ്ങൾ ഇവർ ചോർത്തി നൽകി. ഏകദേശം 600-ലധികം ദൗത്യങ്ങളാണ് ഇറാന് വേണ്ടി ഈ സംഘം നിർവഹിച്ചത് എന്നാണ് ഇസ്രായേൽ പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഷിൻബറ്റ് തലവൻ എന്നിവരെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായും ഇതിനായി ഒരു ഇസ്രായേലി ബിസിനസ്സുകാരനെ ഇറാൻ റിക്രൂട്ട് ചെയ്തതായും കഴിഞ്ഞ മാസം വാർത്തകൾ വന്നിരുന്നു. തുർക്കി വഴി ഇറാനിലേക്ക് രഹസ്യമായി കടന്ന ഇയാൾക്ക് ദൗത്യം നിർവഹിക്കുന്നതിനായി വൻ തുക അഡ്വാൻസ് നൽകിയതായും ഇസ്രായേൽ ആരോപിച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ വഴിയും ഇസ്രയേലിലെ യുവാക്കളെയും അതൃപ്തരായ പൗരന്മാരെയും ഇറാൻ ഇന്റലിജൻസ് വലയിലാക്കുകയാണ്. പണത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗം ഇസ്രയേലിൽ വളരുന്നു എന്നത് മൊസാദിനും സിംബറ്റിനും വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെക്കാൾ വീടിലുള്ള ശത്രുക്കളെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭയപ്പെടുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതങ്ങളിൽ പോലും ഇറാനിയൻ ചാരന്മാർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാം.